മറ്റൊന്ന് നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അപ്പീലിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇത് വളരെ അധികം നാളുകളായി ഇത് പരിഗണിക്കുന്നത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രധാനമായും ക്രൈംബ്രാഞ്ച് ഇതിൽ പറയുന്നത് ഈ ഒരു അന്വേഷണത്തെ സ്വാധീനിക്കാൻ, ഈ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തിനെ മറ്റൊരു വഴി തിരിച്ചുവിടാനും ദിലീപ് ശ്രമിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ജാമ്യ വ്യവസ്ഥകൾ റദ്ദാക്കണം. ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ നീളുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അതിജീവിതയുടെ നീതി ഇപ്പോഴും അകലെ തന്നെ നിൽക്കുന്നു എന്നൊരു വാദം കൂടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം. ഈ കേസിനെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നൊരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ ഈ വിചാരണ നീളുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ തന്നെ സർക്കാർ ഒരു ഹർജി നൽകിയിരുന്നു. കാരണം ദിലീപ് ഇത്തരത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് ദിലീപിന്റെ അഭിഭാഷകർ ഈ ഒരു വിധിയെ കൃത്യമായിട്ടുള്ള വിസ്താരങ്ങളൊന്നും പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇത് അതിജീവിതയ്ക്കുള്ള ഒരു നീതി നിഷേധമായി തുടരുന്നു എന്നൊരു ആരോപണം കൂടി സുപ്രീം കോടതിയിലും സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാലചന്ദ്രകുമാറിന്റെ വിസ്താരണ പോലും നീട്ടിക്കൊണ്ടുപോകുന്നു, ക്രോസ് വിസ്താരമൊക്കെ ഏകദേശം 1.5 മാസത്തോളം നീളുന്നു എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കി ഈ കേസിനെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യവുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി കൂടി ഇന്ന് പരിഗണിക്കുകയാണ്. അശ്വതി.